رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا وقرآنا فرقناه لتقرأه على الناس على مكث ونزلناه تنزيلا. പ്രിയമുള്ള സഹോദരൻ, ജീവിതത്തിന്റെ നാനാതുറകളിലും സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും നിലകൊള്ളണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ ഇന്നത്തെ ദിവസം ബറാത്ത് രാവ് ആഘോഷിക്കുന്ന ദിവസവുമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മുസ്ലിങ്ങളായ വിശ്വാസികളായ യഥാർത്ഥ വിശ്വാസങ്ങളും കർമ്മങ്ങളും വെച്ച് പുലർത്തുന്ന ആളുകൾ, ഇസ്ലാമിനോട് കൂറ് പുലർത്തുന്ന ആളുകൾ, മതത്തിൽ കടത്തിക്കൂട്ടപ്പെട്ടിട്ടുള്ള പുതുതായി കടന്നു വന്നിട്ടുള്ള നൂതന പ്രവണതകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് വിമ്മിഷ്ടം രേഖപ്പെടുത്തുകയും അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത്. ഒരുപാട് ആശയങ്ങളും വിശ്വാസങ്ങളും ചിന്തകളും മനുഷ്യർക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. അത് മുസ്ലിം സമൂഹത്തിലും അങ്ങനെ പലതും കയറി വന്നിട്ടുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ വന്നു ചേർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ അഹ്ദസ ഫീ ദീനിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. പൊതുവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്, ആരെങ്കിലും ഈ മതത്തിൽ നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ഇസ്ലാം ദീനിൽ പുതുതായി എന്തെങ്കിലും വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉണ്ടാക്കി തീർത്താൽ ഫഹുവ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്നും ഫഹുവ അതുണ്ടാക്കിയവനെ ആട്ടിവിടേണ്ടതാണ്, അവനെ ഒഴിവാക്കി നിർത്തേണ്ടതാണ്, ഒഴിച്ചു നിർത്തേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ് എന്നും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ കടന്നുകൂടി. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഉത്തമ നൂറ്റാണ്ടിലുള്ള നല്ല മനുഷ്യന്മാരോ നമ്മെ പഠിപ്പിക്കുമോ? പേരും അതിന്റെ അർത്ഥവും കൃത്യമായി അറിയുക പോലുമില്ല. ഉദാഹരണമായി ചീരിണി എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പറയപ്പെടാറുള്ള മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി ചീരിണി കഴിക്കുക. ചീരിണി എന്ന പദം എവിടെ നിന്ന് വന്നതാണ് എന്നത് ആരെങ്കിലും ഓർത്തു നോക്കി? കൃത്യമായി ചിന്തിച്ചാൽ അത് മലയാളമല്ല, അതുപോലെ തന്നെ അറബി. അതുപോലെ തന്നെയാണ് ഈ ബറാത്ത് എന്ന് പറയുന്ന പദപ്രയോഗം. അത് മലയാളമല്ല എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ അറബിയാണോ? അറബിയുമല്ല. അതിന്റെ ഉച്ചാരണത്തെ സംബന്ധിച്ച് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് രാത്തു എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണല്ലോ. അപ്പൊ രാത്രിയുമായി ബന്ധപ്പെട്ട ഒരു പദപ്രയോഗമാണ്. അത് പേർഷ്യൻ പദമാണോ ഉറുദു പദമാണോ?
നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുക. ആ മുടിക്ക് അതിന്റെ ഒരു ഉറുദുവിന്റെ ചുവ ഉണ്ടായിത്തീരും. ഷായറേ മുബാറക് എന്ന് പറയുന്നത് ഒരു അറബി പ്രയോഗമല്ല. അറബിയാണെങ്കിൽ ഷായറുൽ മുബാറക് എന്നോ അല്ലെങ്കിൽ ഷായറുൽ മുബാറക് എന്നോ ഒക്കെയാണ് പറയേണ്ടിയിരുന്നത്. എന്നാൽ അതൊരു ഉറുദു ശൈലിയിലാക്കിക്കൊണ്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് പല അനാചാരങ്ങളും ഇക്കാലത്ത് സമൂഹത്തിൽ കയറിക്കൂടിയത്. ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ അവതരണത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്കുള്ള പൊതുവായ അറിവ്. വിശുദ്ധ ഖുർആൻ അവതരണത്തിന് തുടക്കം കൊടുത്തത് റമളാനിലാണ് എന്നതാണ്. അത് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യവും. അത് അവതരണമായ രാത്രിയെ ലൈലത്തുൽ ഖദ്ർ എന്ന പ്രശസ്തമായ വളരെ കൂടുതൽ മഹത്തരമായിട്ടുള്ള നിർണായകമായ അതിവിശിഷ്ടമായ രാത്രി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അത് ഇറങ്ങിയത് ഷഹ്റു റമളാൻ എന്നത് റമളാനിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ അറിയിച്ചു. അത് ലൈലത്തുൽ ഖദ്റിലാണ് അവതരിപ്പിച്ചത് എന്നും പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ സൂറത്തുൽ ദുഖാനിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ എന്ന് തുടങ്ങുന്ന. നിശ്ചയമായും നാം ഈ ഖുർആനിനെ മുബാറകത്തായ ഒരു രാത്രി, അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പ്രമുഖരായ മുഫസ്സിറുകളെല്ലാം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന് പറയുന്നിടത്ത് ഐ ലൈലത്തുൽ ഖദ്ർ എന്ന് വ്യാഖ്യാനിച്ചതായി കാണാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന് പറഞ്ഞാൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ ആയത്തുമായി അതിനെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും വേണം എന്നർത്ഥം. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് അനുഗ്രഹീതമായ രാത്രി. അപ്പോൾ സൂറത്തുൽ ദുഖാനിലെ ഈ മുബാറകത്തായ രാത്രി എന്ന് പറഞ്ഞതുകൊണ്ട് അത് ശഅബാൻ 15 രാത്രിയാണ് എങ്ങനെ വ്യാഖ്യാനിച്ചു പോകാം. വളരെ ദൂരമായ സത്യത്തിൽ നിന്നും വളരെ അകന്നിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് അത്, കണ്ടെത്തലാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. തന്നെയുമല്ല, ആ ശഅബാൻ മാസത്തിൽ ഈ രാത്രിയിലോ അല്ലെങ്കിൽ ശഅബാനിലെ ഏതെങ്കിലും മറ്റു രാത്രികളിലോ ഖുർആൻ മുഴുവനുമായി ഒന്നിച്ച് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുകയും എന്നിട്ട് പിന്നീട് അത് റമളാനിൽ ഘട്ടം ഘട്ടമായി അവതരിക്കുവാൻ തുടക്കം കുറിക്കുകയും ചെയ്തു എന്ന ഒരു വ്യാഖ്യാനവും അതിന് കാണപ്പെടാറുണ്ട്, വിശദീകരിക്കപ്പെടാറുണ്ട്. അതും സത്യവുമായി അതിന് ബന്ധമില്ല എന്നതാണ് പരമാർത്ഥം. വിശുദ്ധ ഖുർആൻ ഒന്നിച്ച് അവതരിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഒരു രേഖയും വിശുദ്ധ ഖുർആനിലോ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളിലോ സഹീഹായി വന്നിട്ടുള്ള രേഖകളിലോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ അങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്, പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് എന്ന് മാത്രമല്ല, അങ്ങനെ ഖുർആനിൽ ഒരു സൂചനയുമില്ല. വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം സൂറത്തുൽ ഇസ്രായിൽ ഞാൻ ഓതി വെച്ച ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് വബിൽ ഹഖ്ഖി അൻസൽനാഹു, സത്യമായി യാഥാർത്ഥ്യമായിട്ടാണ് നാം ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. വബിൽ ഹഖ്ഖി നസൽ, സത്യമായി വാസ്തവമായി കൊണ്ട് തന്നെയാണ് അത് അവതരിക്കുകയും ചെയ്തിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ, താങ്കളെ നാം സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കുന്നവനും നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടല്ലാതെ നിയോഗിച്ചയച്ചിട്ടില്ല. താങ്കളെ നാം നിയോഗിച്ചയച്ചിട്ടുള്ളത് എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചയച്ചതുപോലെ, തെരഞ്ഞെടുത്തയച്ചതുപോലെ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കുവാനും അതുപോലെ തന്നെ നരകത്തെ സംബന്ധിച്ച് താക്കീത് നൽകുവാനും വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു
ഖുർആനിനെ നാം അവതരിപ്പിച്ചു, ഖുർആനിനെ നാം ഇറക്കി. ഫറഖ്നാഹു, അതിനെ നാം ഘട്ടം ഘട്ടമായി വേർതിരിച്ച് അവതരിപ്പിച്ചു. എന്തിനാണ് അങ്ങനെ ഒരുമിച്ചിറക്കാതെ പടിപടിയായി ക്രമേണയായി ഖുർആൻ അവതരിപ്പിച്ചത്? അതിന്റെ ന്യായമായി അള്ളാഹു തന്നെ അറിയിക്കുന്നത് ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീല. താങ്കൾ ഈ ഖുർആൻ ജനങ്ങൾക്ക് സാവകാശം ഓതി കേൾപ്പിക്കുവാൻ വേണ്ടിയാണ്. വളരെ സൗമ്യതയോടുകൂടി പതുക്കെ സാവകാശത്തിൽ അവർക്ക് ഓടിക്കൊടുക്കുകയും അത് അവർക്ക് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഖുർആനിനെ നാം ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചത്. വനസ്സൽനാഹു തൻസീല, അതിനെ ക്രമേണയായി നാം അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു നമ്മെ അറിയിക്കുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത് ഒന്നിച്ച് ഒരിക്കലും ഒരു ഗ്രന്ഥമായി ഇറങ്ങുന്ന അവസ്ഥ ഖുർആനിന് ഇല്ല. അങ്ങനെ വല്ല വിശദീകരണങ്ങളും വ്യാഖ്യാനവും വരുന്നുണ്ടെങ്കിൽ അതിന്റെ ബലാബലങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും അത് ഖുർആനിന്റെ അവതരണത്തെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും വേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരത്തെ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ ഈ ഖുർആൻ വഹ്യു നഫ്സിയാണ് എന്ന് ആരോപിച്ചിരുന്നു. വഹ്യു നഫ്സി എന്ന് പറഞ്ഞാൽ അത് വഹ്യുൽ ഇലാഹി അല്ല, ദൈവികമായ ദിവ്യബോധനം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് സ്വന്തം മനസ്സിൽ നിന്നും ഉടലെടുക്കുന്ന ബോധനങ്ങളാണ്, തോന്നലുകളാണ് അത് എന്ന നിലയിൽ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് എതിരാളികൾ പറഞ്ഞിരുന്നു. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഉടലെടുത്ത ആശയങ്ങളും ചിന്തകളും ഒക്കെയാണ് വിശുദ്ധ ഖുർആൻ എന്ന് അതിന്റെ എതിരാളികൾ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവാചകൻ നമുക്ക് അവതരിച്ചു കിട്ടിയത് ഓതിത്തന്നതും അതുവഴി ലോകത്ത് ഉണ്ടായിത്തീർന്നിട്ടുള്ള മാറ്റങ്ങളുമൊക്കെ വിലയിരുത്തിയാൽ പ്രവാചകൻ ചിന്തകനല്ല, ഗവേഷകനല്ല, പണക്കാരനല്ല, അതുപോലെ തന്നെ ഒരു ശാസ്ത്രജ്ഞനോ, അതുപോലെ തന്നെ അങ്ങനെ അവർക്കിടയിൽ ഒരു വലിയ എഴുത്തുകാരനോ ചിന്തകനോ കവിയോ ഒക്കെയായി അറിയപ്പെട്ട ഒരാളല്ല. അദ്ദേഹത്തിന്റെ നാവിലൂടെ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്നും കാലത്തെ അതിജീവിക്കുന്ന കാലഘട്ടങ്ങളെയും മനുഷ്യരുടെ ചിന്തകളെയും അതിജീവിക്കുന്ന വിധത്തിൽ, അതിജയിക്കുന്ന വിധത്തിൽ ഒരു സംഹിത ഉണ്ടാവുക എന്നത് അത് ശരിയായ, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഖുർആൻ വഹ്യു നഫ്സി അല്ല, അത് ദൈവികമായ ബോധനം തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള ഒരു പരമാർത്ഥമാണ്. എന്നാൽ അങ്ങനെ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. അതുപോലെ ഖുർആൻ തൗറാത്തിന്റെ വകഭേദമാണ് എന്ന് ജൂതന്മാർ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. ഖുർആൻ പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ നിന്നും എഴുതിയെടുത്തുണ്ടാക്കിയ അതിന്റെ ചില കോപ്പികളാണ്, അങ്ങനെ പുതുതായി ഒന്നും അതിലില്ല, കഴിഞ്ഞുപോയ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കടമെടുത്ത് എഴുതി രേഖപ്പെടുത്തിയതാണ് അത് എന്നും ചില ആളുകൾ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കാഫിറുകളും അതുപോലെ മുശ്രിക്കുകളും ഒക്കെ തൊടുത്തുവിട്ടതായി വിശുദ്ധ ഖുർആൻ നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറയുന്നു, വഖാലല്ലദീന കഫറൂ, അവിശ്വാസികൾ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാഹു വഅആനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ ഫഖദ് ജാഊ ദുൽമൻ വസുറാ. എന്താണ് അവർ പറഞ്ഞത്? അവർ വാദിച്ചു, എന്ത്? ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാഹു, ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ വ്യാജമായ ചില വാദഗതികൾ മാത്രമാണ് എന്നവർ പറഞ്ഞു. വഅആനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ, വേറെ ആരൊക്കെയോ അതിനെ ഏറ്റുപറയുകയും സഹായിക്കുകയും ചെയ്തു. ഫഖദ് ജാഊ ദുൽമൻ വസുറാ, അതിനാൽ അവർ അക്രമമാണ്, വ്യാജ ആരോപണമാണ് അവർ ഈ ഖുർആനിനെതിരെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നും വിശുദ്ധ ഖുർആനിലൂടെ ഗണ്ഡിതമായി അല്ലാഹു നമ്മെ അറിയിക്കുന്നു.
തന്നെയുമല്ല അവർ പറഞ്ഞു ഇത് ഊഹങ്ങളാണ്, ദുരൂഹതകളാണ്, കെട്ടുകഥകളാണ്, അസാഫീറുകളാണ്, പുരാണങ്ങളാണ് എന്നവർ പറഞ്ഞു. ഇക്തബഹ അതിനെ എഴുതി കോപ്പിയെടുത്തതാണ്, അതിങ്ങനെ എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാണ്. അപ്പൊ അസാഫീറുകൾ എഴുതപ്പെട്ടതാണ് അത് എന്നവർ ആരോപിച്ചിരുന്നു. അത് ആരോ വായിച്ചു കേൾപ്പിക്കപ്പെടുകയാണ് വൈകുന്നേരവും രാവിലെയും. ആ പ്രവാചകന്റെ ഈ മനുഷ്യന്റെ അടുക്കൽ അത് ആരോ വായിച്ചു കൊടുക്കുകയാണ് എന്നൊക്കെ അവർ ആരോപിച്ചിരുന്നു. അങ്ങനെ ആരോപിച്ച കൂട്ടത്തിൽ അവർ തന്നെ പറഞ്ഞിരുന്ന ഒരു വാദഗതിയാണ് സൂറത്തുൽ ഫുർഖാനിൽ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നത്. അതെന്താണ്? വഖാലല്ലദീന കഫറൂ, അവിശ്വാസികൾ പറഞ്ഞു, കാഫിറുകൾ പറഞ്ഞു, നിഷേധികൾ പറഞ്ഞു, ലൗലാ നസില അലൈഹിൽ ഖുർആൻ ജുംലതൻ വാഹിദ, ഒറ്റയടിക്ക് ഒരേ സമയത്ത് ഒന്നിച്ച് ഈ ഖുർആൻ അദ്ദേഹത്തിന്റെ മേൽ എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഖുർആൻ ഒന്നിച്ച് എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നാണ് അവിശ്വാസികൾ പറയുന്നത്. വിശുദ്ധ ഖുർആൻ അത് അങ്ങനെ തന്നെ എടുത്തുദ്ധരിക്കുകയും ചെയ്തു. അപ്പൊ ഖുർആൻ ഒരിക്കലും ജുംലത്തുൻ വാഹിദയായി ഇറങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകണം എന്ന് വിശ്വസിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പോലും അത് കണ്ടാൽ വിശ്വാസം ഉള്ളവരാകണം എന്ന അർത്ഥത്തിലല്ല അവർ ആവശ്യപ്പെട്ടത്. പലരും അങ്ങനെ ആവശ്യപ്പെടുന്നു. പല അസാധ്യമായ സംഗതികളും ആവശ്യപ്പെടുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മേൽ ഖുർആൻ ഒന്നിച്ച് ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെട്ടില്ല എന്നവർ കദാലിക. എന്നാൽ ഈ വിശുദ്ധ ഖുർആനിനെ ഘട്ടം ഘട്ടമായി നാം അവതരിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ ഫുർഖാനിലെ 32-ാമത്തെ വചനം. ഘട്ടം ഘട്ടമായി നാം ഇതിനെ ഇറക്കിയത് താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ, സ്ഥൈര്യമുണ്ടാക്കുവാൻ, താങ്കൾക്ക് കൂടുതൽ മനക്കരുത്തുണ്ടാക്കുവാൻ, അത് ശരിയാവണ്ണം പഠിപ്പിച്ചു കൊടുക്കുവാൻ സൗകര്യമുണ്ടാകുവാൻ, ഉറക്കൽ നാം തർക്കില്ല, അതിനെ നാം ശരിയായ സാവകാശത്തോടെ നേരായ വിധത്തിൽ നിയമബന്ധിതമായി ആകർഷണീയമായ വിധത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ നാം അതിനെ അവതരിപ്പിക്കുകയും ചെയ്തു എന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അറിയിക്കുന്നു. അപ്പോൾ ഖുർആൻ ഒന്നിച്ച് അവതരിക്കുക എന്നത് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അങ്ങനെ നമുക്ക് പ്രചരിപ്പിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ എപ്പോൾ അവതരിപ്പിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ ഷാബാൻ മാസത്തിലാണ് എന്ന് പറയുമ്പോൾ ഷാബാനിൽ അങ്ങനെ ഖുർആൻ മുഴുവനുമായി ഇറങ്ങി എന്ന് ഖുർആനിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അതിന്റെ സംഭവങ്ങൾ ചില വ്യാഖ്യാനങ്ങളായി ഒറ്റപ്പെട്ട ചില ആളുകളുടെ അഭിപ്രായങ്ങൾ മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഖുർആനിന്റെ അവതരണത്തെ സംബന്ധിച്ച് ശരിയായി ചിന്തിക്കുമ്പോൾ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരാശയവുമാണ്. ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതൊരു പരമസത്യമാണ്. അത് മുസ്ലിം ലോകം അംഗീകരിക്കുന്നതാണ്. എല്ലാ സാധാരണക്കാർക്കും അറിയാം ഖുർആൻ ഇറങ്ങിയത്, ആദ്യമായി ഇറങ്ങിയ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന അതിന്റെ ആ തുടക്കം കുറിച്ച രാത്രി, അതിന്റെ സമയം അത് റമളാനിലാണ് സംഭവിച്ചത് എന്നും ഖുർആൻ ഒന്നിച്ച് റമളാനിൽ ഇറങ്ങി എന്നും അല്ല. ഖുർആൻ അവതരണത്തിന് റമളാനിൽ തുടക്കം കുറിച്ചു എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയത്. ഇങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ചും മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും പ്രമാണങ്ങളെ കുറിച്ചുമെല്ലാം തെറ്റായ ചില പ്രചരണങ്ങൾ പിൽക്കാലത്ത് സമൂഹത്തിൽ വ്യാപകമായി. അത് മുസ്ലിങ്ങൾ തന്നെ ഏറ്റുപിടിക്കുകയും അത് മുസ്ലിങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമായി. ഇന്ന് പലപ്പോഴും ഖുർആൻ വിഭാവനം ചെയ്യുന്ന ആശയങ്ങൾ പിൻപറ്റുകയോ അതിനനുസൃതമായി ജീവിതം ക്രമപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല സമൂഹത്തിൽ കാണപ്പെടുന്നത്. മറിച്ച് ചില വികൃതവും വികലവുമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള ചില ആഘോഷങ്ങൾ കൊണ്ടാടുക എന്നതിലാണ് ആളുകൾ വ്യാപൃതരായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ അവതരണം ഉണ്ടായത് റമളാനിലാണ്. അത് ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചത്.
അതുതന്നെയാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന് പറഞ്ഞത് എന്നെല്ലാം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എന്നാൽ ആളുകളുടെ മനസ്സിൽ അങ്ങനെ തന്നെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. റമളാൻ മുഴുവനുമായി ആ റമളാൻ ആദ്യം മുതൽ അവസാനം വരെ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ ആസ്പദമാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ അങ്ങനെ മിക്കവാറും ആളുകൾ അതിന്റെ തുടക്കത്തിലൊക്കെ ഉള്ളവർ പിന്നീട് കൊഴിഞ്ഞു പോകുന്ന പതിവാണ് കാണപ്പെടാറുള്ളത്. അത് കൃത്യമായി അങ്ങനെ ആഘോഷിക്കുന്നില്ല. ഇനി റമളാനിലെ ലൈലത്തുൽ ഖദ്റിലാണ് എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്നാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. 27-ലാണെന്നുണ്ട്, അതുപോലെ മറ്റ് രാവുകളിലാണെന്നുണ്ട്, റമളാനിൽ മുഴുവനുമാകാം, റമളാനിലെ അവസാനത്തെ 10 ഒറ്റ രാത്രികളിലാകാം. എന്നാൽ 27 എന്ന് അങ്ങനെ ഉറപ്പിക്കുകയും ആ 27-ാം രാവ് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ആഘോഷിക്കാറുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റ് മുസ്ലിങ്ങളല്ലാത്ത പല ചിന്താഗതിക്കാരും മതവിശ്വാസികളും ആ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളും അവരുടെ വിശിഷ്ടമായ ഒരു ദിവസത്തിൽ യാചകരായി പുറത്തു നടക്കാറുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ മുസ്ലിങ്ങൾ ഈ ഖുർആൻ ഇറങ്ങിയതിന്റെ പേരിൽ ആഘോഷിക്കുന്നത് തന്നെ യാചകരായി പ്രഭാതം മുതൽ പ്രദോഷം വരെ ആളുകൾക്കിടയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ഥിതിവിശേഷമാണ്. അപ്പൊ ഇതൊക്കെ വികൃതമായ ചില ചിത്രീകരണങ്ങളാണ്. ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എക്കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. അതെങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിങ്ങളിലേക്ക് കടന്നുകൂടുകയും അങ്ങനെയുള്ള ചില ചിന്താഗതികൾ ആളുകൾ ഉൾക്കൊള്ളുകയും ചെയ്തു എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇമ്രാനിൽ അല്ലാഹു പറയാൻ അവര് കിതാബുകാരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, വഖാല ഖായിഫത്തും മിൻ അഹ്ലിൽ കിതാബ് ആമിനൂ ബില്ലദീ ഉൻസില അലല്ലദീന ആമനൂ വജ്ഹൻ നഹാർ. അവർ സത്യവിശ്വാസികളായി ഇസ്ലാമിൽ കടന്നുകൂടിയ ആളുകൾ അതിൽ നിന്നും തിരിച്ചു പോരാതെ കാണുമ്പോൾ, അവർ അതിൽ തന്നെ മുഴുകി ഇസ്ലാമിനോട് താല്പര്യം കാണിച്ച് അതിൽ ആകർഷകരായി നിൽക്കുന്നത് കാണുമ്പോൾ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി അവർ സ്വീകരിച്ച നയം എന്താണെന്നറിയാമോ? ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക സമൂഹത്തിൽ കപടത നടിച്ചുകൊണ്ട് കയറി വരികയും അങ്ങനെ ആ കാപട്യത്തോടുകൂടി മുസ്ലിങ്ങളുടെ കൂടെ ഇടപഴകുകയും ചെയ്യുകയാണ്. അവരുടെ നിലപാട് മാനസികമായി ഇതായിരുന്നു. അവർ പറയുന്നത് ആമനു ബില്ലദീ ഉൻസില അലല്ലദീന ആമനു, ഈ വിശ്വാസികൾ അവർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്ന ആ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക. എപ്പോഴും വജ്ഹൻ നഹാരി, പകലിന്റെ അധിക സന്ദർഭങ്ങളിലും പകൽ മുഴുവനും കാണുന്ന, അറിയുന്ന, മനസ്സിലാകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരുടെ കൂടെ വിശ്വാസികളെ പോലെ നിലകൊള്ളുക. എന്നിട്ടോ ആ പകലിന്റെ അവസാനത്തിൽ നിങ്ങൾ അതിൽ നിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊള്ളുക. എന്തിനു വേണ്ടി? ലാഹിതർത്തിയോ അവർ ആ സത്യമതത്തിൽ നിന്നും മടങ്ങി വരാൻ വേണ്ടി. അവരുടെ ഉള്ളിൽ പകല് മുസ്ലിങ്ങളോടൊപ്പം നിലകൊള്ളുക, രാത്രി അതിന് നേരെ വിപരീതം പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത് ഇസ്ലാമിന്റെ ശത്രുക്കൾ സ്വീകരിച്ചിരുന്ന ഒരു സമീപനമായിരുന്നു. ജൂത ക്രിസ്ത്യാനികളിൽ നിന്നുള്ള ആളുകൾ അന്നും ഇന്നും എന്നും ഇങ്ങനെ തന്നെ കടുത്ത ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട് മുസ്ലിങ്ങളോട് ഒരുതരം കപട മനോഭാവത്തോടു കൂടി നിലകൊള്ളുന്നവരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ മുന്നറിയിപ്പ് നൽകുകയാണ്. സൂറത്തുൽ ബഖറയിൽ കാണാം, ഒറ്റ കതീറുമിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട് അധികം ആളുകളും ആഗ്രഹിച്ചു. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? ലൗ യർദൂനകും മിൻ ബഅദി ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിനു ശേഷം, നിങ്ങൾ സത്യവിശ്വാസികളായി അതിന്റെ വക്താക്കളായ ശേഷം നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ, നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു. ഹസദ് കുഫാറൻ ഹസദമിൽ ഇന്ത്യ മുസ്ലിം, അവർ കാഫിറുകളായി നിങ്ങളെ മടക്കിക്കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹസദമിൽ ഇന്ത്യ മുസ്ലിം, അത് അവരുടെ മനസ്സിലെ അസൂയ നിമിത്തമാണ്. ബിംബാരിമാർ തബയ്യനലോഹുൽ ഹഖ്, ഇത് പരമസത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്നവർക്ക് ബോധ്യമുണ്ട്. എന്നിട്ടും അവർ നിങ്ങളെ അങ്ങനെ എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊരു ചിന്താഗതി, ഒരു പ്രവണത സമൂഹത്തിൽ നിലകൊള്ളുന്നുണ്ട് എന്നതാണ്. ഇസ്ലാമിന് നിരക്കാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കടത്തിക്കൂട്ടുകയും
എന്നിട്ട് അത് നല്ല പ്രചാരണം കൊടുത്ത് അത് കൂടുതൽ വ്യാപകമാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ എന്നും ഉള്ളതാണ്. അത് ഇന്നും നിലകൊള്ളുന്നു. അറിഞ്ഞോ അറിയാതെയോ ആളുകൾ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വിദ്യാർത്ഥികളൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ജാഹിലുകളായ അറിവില്ലാത്ത ആളുകൾ, അജ്ഞരായ ആളുകൾ അവരെ വശത്താക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഗൂഢമായ ശ്രമങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. മാത്രവുമല്ല, ഈ ശഅബാൻ 15 രാത്രി അത് അന്ന് അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് വരികയും എന്നിട്ട് ആ ദിവസത്തിൽ 3 യാസീൻ ഓതി പ്രാർത്ഥിച്ചാൽ ഒരു യാസീൻ മനുഷ്യരുടെ ആയുസ് വർദ്ധിക്കുന്നതിന് വേണ്ടിയും ഒരു യാസീൻ അവരുടെ റിസ്ക് ആഹാരം വർദ്ധിച്ചു കിട്ടുന്നതിന് വേണ്ടിയും ഒരു യാസീൻ മറ്റ് മുറാദുകളോ അല്ലെങ്കിൽ ആപത്തുകൾ നീങ്ങി കിട്ടുവാനോ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടും ഇങ്ങനെ 3 യാസീൻ ഓതുക എന്ന ഒരു രീതിയും ശൈലിയും വ്യാപകമായി ഇത്തരത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളിൽ, നാടുകളിൽ വ്യാപകമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഓതാൻ തന്നെയും ചിലപ്പോൾ അവർ വൈമനസ്യം കാണിക്കുന്നു. ഓതാൻ അങ്ങനെ 3 യാസീൻ ഓതാൻ വേറെ ആളുകളെ ഏൽപ്പിക്കുന്ന ആളുകളുണ്ട്. സ്വന്തം വീട്ടിൽ സ്വന്തമായി അത് ഓടാത്ത ചിലർ മറ്റുള്ളവരെ കൊണ്ട് അത് ഓദിക്കാം. എന്നിട്ട് അവർ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ചില സ്ഥലങ്ങളിൽ, ചില ഗ്രാമങ്ങളിലൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി അത് പള്ളികളിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് അത് ഓഹരി വെച്ചെടുക്കാം. ചില സ്ഥലങ്ങളിൽ 3 പൊതികൾ കൊണ്ടുവരുന്നു. ഒരു പൊതി സ്ഥാപിക്കും, മറ്റൊരു പൊതി മുഅദ്ദിനിനും, വേറെ ഒരു പൊതി അത് മരിച്ചവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് മുറാദുകൾ മനസ്സിലാകുന്ന ഉദ്ദേശത്തിലോ മറ്റോ വിഭജിക്കപ്പെടുകയും ഓഹരി വെക്കപ്പെടുകയും ചെയ്യുന്ന അങ്ങനെ മധുരപലഹാരങ്ങൾ പള്ളികളിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ചില നാടുകളിൽ, ഗ്രാമങ്ങളിൽ കാണപ്പെടുന്നു. ഇവിടെയൊക്കെ അവിടെ അത് ചെയ്യുന്ന ആളുകൾ തികച്ചും അവരുടെ ഭൗതികമായ ഉദ്ദേശങ്ങളാണ് മനസ്സിൽ കരുതുന്നത്. ആയുസ് നീളണം, അതുപോലെ തന്നെ റിസ്ക് നീളണം, വർദ്ധിച്ചു കിട്ടണം, അതുപോലെ അവർക്ക് ഒരാപത്തുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പാടില്ല, അവർക്ക് ഐശ്വര്യപൂരിതമായ അവസ്ഥ വന്നു ചേരണം എന്നിവയൊക്കെയാണ് അവരുടെ ആഗ്രഹം. അത് അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു ചിന്തിക്കേണ്ട വിഷയം. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം. യാസീൻ ഓതിയാൽ നിങ്ങളുടെ ആയുസ് വർദ്ധിച്ചു കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രവാചകന് അങ്ങനെ ആയുസ് ലഭിച്ചിട്ടുണ്ടോ? സഹാബത്തിൽ അങ്ങനെ ആരെങ്കിലും സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന്റെ കാലഘട്ടത്തെയും വിട്ട് വിദൂരമായി എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹിസ്സലാമയുടെ കാലത്ത് ആളുകൾ ജീവിച്ചിരുന്ന അത്ര ഏതെങ്കിലും ഒരു സഹാബി ജീവിച്ചിരുന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ ആയുസ് നീണ്ടു കിട്ടുക, വർദ്ധിച്ചു കിട്ടുക എന്നതിന് ഉപാധിയായി, നിബന്ധനയായി സൂറത്ത് യാസീൻ ഓതുക എന്നത് മതപരമായി പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരാശയമാണ്. അതുപോലെ തന്നെയാണ് ആഹാരം വർദ്ധിച്ചു കിട്ടാൻ, സുഖസമ്പൂർണമായ വിഭവങ്ങൾ ലഭിക്കപ്പെടാനൊക്കെ ആയുസ് വർദ്ധിക്കാൻ യാസീൻ ഓതുന്നത് പോലെ തന്നെ ഇതിനു വേണ്ടിയും ഒരു യാസീൻ ഓതുക എന്ന് പറയുന്നത്. എന്തെല്ലാം അവരുടെ റിസ്ക്, അവരുടെ സുഭിക്ഷമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി യാസീൻ ഓതുക എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ എത്ര കഷ്ടപ്പെട്ടുകൊണ്ട് അവർ ജീവിച്ചിട്ടുണ്ട്. ഒരു നേരം ആഹാരം കഴിക്കുവാൻ വഴിയില്ലാതെ അവർ എത്രയോ സമയങ്ങൾ കഴിച്ചുകൂട്ടി. പത്നിയാണ് വീട്ടിൽ നിന്നും പുറത്തിറക്കിയത് എന്ന് നബിയും അബൂബക്കർ സിദ്ദീഖും ഒക്കെ പങ്കിട്ടതായി ചരിത്രങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഭക്ഷണം ലഭിക്കാതെ എത്ര നാളുകൾ വീട്ടിൽ പുക ഉയരാതെ മാസങ്ങളോളം കഴിച്ചുകൂട്ടിയതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഇങ്ങനെ ഒരു യാസീൻ ഓതിയതുകൊണ്ട്, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തതുകൊണ്ട് ഇങ്ങനെ ലഭിക്കും എന്ന് ആര് പഠിപ്പിച്ചതാണ്? അതെങ്ങനെയോ ചില സൂഫികളോ ചില ചിന്താഗതികൾ വികൃതമായി ചിന്തിക്കുന്ന ആളുകളോ പ്രചരിപ്പിച്ചുണ്ടാക്കിയതാണ്. അപ്പൊ യാസീൻ ഓതുക എന്ന് പറയുന്നത്
ഈ വിധത്തിൽ അള്ളാഹുവിന്റെ ഒന്നാം ആകാശത്തേക്കുള്ള വരവും ഈ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്ന് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന അവസ്ഥയും ഈ ഖുർആൻ വ്യാഖ്യാന രംഗത്ത് തന്നെ കടന്നുകൂടിയിട്ടുള്ള ഒരു ദുഷ്പ്രവണതയാണ്. എന്ന് പറഞ്ഞിടത്ത് ആ ദിവസത്തിൽ എല്ലാം വേർതിരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിന് ഇങ്ങനെയൊക്കെ വേർതിരിക്കപ്പെടുന്നു എന്നാണ് അവർ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നത്. അള്ളാഹു ചെയ്യേണ്ട കാര്യം എല്ലാ സന്ദർഭങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാൽ പ്രത്യേകമായ ചില സമയത്ത് അള്ളാഹു പാപികളുടെ പാപം കൊടുക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി സമയം നിങ്ങൾ കണ്ടെത്തണം, ആ സമയത്തിന്റെ വിശിഷ്ടമായ അവസ്ഥ പഠിപ്പിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് അല്ലാതെ ഇങ്ങനെ ഒരു വരവ് വിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു അറിയിക്കുന്നത് യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ എന്നാണ്. എന്താണ് പറയുന്നത്? യസ്അലുഹു, അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആര്? മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ ചരാചരങ്ങളും അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസത്തിലും അല്ലാഹു അവന്റെ കാര്യനിർവഹണത്തിൽ ആയിക്കൊണ്ട് നിലകൊള്ളുന്നു. അപ്പൊ അങ്ങനെയാണ് അല്ലാഹു നിലകൊള്ളുന്നത്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അപ്പൊ ഇങ്ങനെ ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും കൊടുത്തുകൊണ്ട് ഖുർആനിന്റെ അവതരണം ഒന്നിച്ചുണ്ടായി ഷാബാനി എന്ന് പറയുന്നതും, അതുപോലെ തന്നെ അല്ലാഹു ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് എന്നും അത് വിഗ്രഹമായിരിക്കുവാൻ വേണ്ടി ഇങ്ങനെ യാസീൻ ഓതി പ്രാർത്ഥിച്ചാൽ മതി എന്നുമുള്ള വിശ്വാസങ്ങളും, അത് ചില ആളുകൾ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നു, രാത്രി കൂടുതൽ നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ഇബാദത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അത് സ്ഥിരപ്പെട്ടതല്ല എന്നാണ് പ്രബലമായിട്ടുള്ള പണ്ഡിത അഭിപ്രായം. അങ്ങനെയാണ് ഇസ്ലാമികമായ വിശ്വാസങ്ങളെ കറഞ്ഞത് അഥവാ തെറ്റായ ചിന്തകൾ ആളുകൾക്കിടയിൽ വ്യാപകമാവുകയാണെങ്കിൽ അത് അത്യന്തം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനോ നുബുവത്തിനോ കളങ്കം ചാർത്തുന്ന വിധത്തിൽ കർമ്മങ്ങൾ ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട്, ഇബാദത്ത് ചെയ്യാൻ, നമിക്കാൻ നോക്കിക്കാൻ സുഖ സമ്പൽ സമൃദ്ധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയല്ല. അവർക്ക് മനുഷ്യർക്ക് ഉണ്ടാകാം, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അല്ലാഹു പറഞ്ഞതുപോലെ നിലകൊള്ളുകയാണെങ്കിൽ ഇവിടെ സമാധാനം ഉണ്ടാകും, ശാന്തിയും അതുപോലെ തന്നെ ഐശ്വര്യവും വന്നു ചേരും എന്നൊക്കെ അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ വിശുദ്ധ ഖുർആനിന്റെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരിക്കണം നമ്മുടെ ദഅവത്തിൽ ഊന്നൽ നൽകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംശുദ്ധമായ ഇസ്ലാമിക വിശ്വാസവും അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ള അധ്യാപനങ്ങളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് നേരായ വിധത്തിൽ, ശരിയായ വിധത്തിൽ കൽപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ ആ മുറപ്രകാരം നിർവഹിക്കുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ വീഴ്ചകൾ സർവശക്തനായ അല്ലാഹു മാപ്പാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ അബ്ദുൽ അലി മദനി അൽഹംദുലില്ലാ വളരെ ഉഷാറായി, വളരെ ഭംഗിയായി, വളരെ ആധികാരികമായിട്ട് നമ്മുടെ
ഈ വിഷയം അവതരിപ്പിച്ചു. പരിശുദ്ധ ഖുർആന്റെ അവതരണ രംഗം അൽഹംദുലില്ലാ. ഈ സന്ദർഭത്തിൽ സുഹൃത്തുക്കളെ, ഇപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഷാബാൻ 15-നാണ് ഇത് ഇറങ്ങുന്നത്. ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കണ്ടായി. മാത്രമല്ല യാസീൻ ഓതുന്ന കാര്യങ്ങളൊക്കെ പറയണ്ടായി. അപ്പോ എനിക്ക് പറയാനുള്ളത്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ഓരോ ആളുകൾക്കും കൈയുയർത്തി മുന്നോട്ട് വരാവുന്നതാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ പെട്ടെന്ന് വരിക സുഹൃത്തുക്കളെ. അസ്സലാമു അലൈക്കും.